എല്ലാവരും വിശന്ന് അഷ്ടമായിട്ട് കാത്തിരിക്കാൻ അറിയാം. ഇനി എന്റെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് കേട്ട് എന്താ പറയാ മുഷിപ്പിക്കുന്നില്ല. പറഞ്ഞ പോലെ പേര് ഷിനോജാണ്, കോഴിക്കോട് കുന്നമംഗലത്താണ് സ്വദേശം. നിലവിൽ 5 വർഷത്തോളമായിട്ട് ഫിജിക്കാർഡ് ചെയ്യുന്നു. 4 വർഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. പാർട്ട് ടൈം ആയ സമയത്ത് എനിക്ക് വരുമാനം കിട്ടുന്നതോടൊപ്പം ഒരുപാട് ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ആ ഒരു ജോലി റിസൈൻ ചെയ്തുകൊണ്ട് 1 വർഷമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഫിജിക്കാർഡ് ചെയ്യുന്നു. അതിന്റെ തെളിവായിട്ടാണ് ഇന്നൊരു 12ഓളം ലീഡേഴ്സ് ഈ ഒരു വേദിയിൽ എക്സ്പീരിയൻസ് പറഞ്ഞതും കിട്ടിയ കണക്ക് പറഞ്ഞതും. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തതെന്നുള്ളതാണ്. കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. ഈ ഒരു റാങ്കിൽ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 50 ലക്ഷം രൂപയ്ക്ക് എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന സമയത്തോ അത് എനിക്ക് കിട്ടിയതുകൊണ്ടോ നിങ്ങൾക്കൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ നൈബേഴ്സിന്റെയോ ഒക്കെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഒരു ഹോളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഹോളിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളോട് ഒരു 3 കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു ഫിജിക്കാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 3 കാര്യം, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ഫിജിക്കാർഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്ലാൻ പറഞ്ഞ സമയത്ത് എന്താണ് ഫിജിക്കാർഡ് എന്ന് ചുരുങ്ങിയതുമായി ഒരു പേജ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു കമ്പനിക്ക് ഒരു വിഷനും ഉണ്ട്. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ഒരു കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന ഒരു ബിസിനസ് ആണ് ഫിജിക്കാർഡ്.com ഉള്ളത്. ഇപ്പൊ നിങ്ങൾ എത്ര പേര് സാധാരണക്കാരുണ്ട്, എത്ര പേര് അസാധാരണക്കാരുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയുന്ന വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധാരണക്കാരാവാനുള്ള ഒരു അവസരമാണ് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അതാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. ഫിജിക്കാർഡിന്റെ പ്ലാൻ ആയിട്ട് നിങ്ങൾ ഒരുപാട് വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഫിജിക്കാർഡ് എന്ന് പറയുന്നത്? ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അസാധാരണക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ്. രണ്ടാമത്തെ കാര്യം, എന്തിനു വേണ്ടി നമ്മൾ ഫിജിക്കാർഡ് ചെയ്യണം എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ഫിജിക്കാർഡ് ചെയ്യണം? ഫിജിക്കാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഷിനോജ, അതേപോലെ നിങ്ങൾക്ക് പറയാൻ ഒരാളുണ്ട്. പക്ഷെ എന്താണ് നിങ്ങൾ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നു, ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധം വേണം. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പ്ലാൻ കേട്ട സമയത്ത് ജസ്റ്റ് നിങ്ങളെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ബാങ്കിലൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഗൂഗിൾ പേ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബാലൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് വരുമല്ലോ. ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും. ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞ ഒരു എമൗണ്ട് ആയിരിക്കും, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വേറൊരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫിജിക്കാർഡ് ചെയ്യണം. അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിജിക്കാർഡ് തിരഞ്ഞെടുക്കാം. അത് എത്രയും പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട ഒരു കൂട്ടം ലീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടാണ്ട്. ഇപ്പൊ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത 12ഓളം ലീഡേഴ്സ് ആണ്. ഇതിൽ കൂടുതൽ ലീഡേഴ്സ് നമുക്കുണ്ട്. 12 ലീഡേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അവർ നിങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനാദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആവശ്യങ്ങൾ തിരിച്ചറിയാൻ? നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഏറ്റവും നല്ല വീട് നിങ്ങളുടെ വീടാണോ? ആണോ? ആർക്കും സൗണ്ടില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. ആണോ? അല്ല. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഏറ്റവും നല്ല സ്കൂളാണോ? അല്ല. നമ്മൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണോ? അല്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? പൈസ ഇല്ലാത്തത്. അപ്പൊ പൈസ കിട്ടുന്ന സ്ഥലം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകണ്ടേ? പോണം. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ കാരണങ്ങൾ നിങ്ങൾക്ക് ഇനിയും നേടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തെ തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് ഫിജിക്കാർഡും ചോദിക്കുകയാണെങ്കിൽ എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകൾ, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ഈ ഒരു എന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്തു, എത്ര വയസ്സായി, ഇനി മുന്നോട്ട് നമ്മൾക്ക് എത്ര കാലം ജോലി ചെയ്യാൻ സാധിക്കും, ഈ ഒരു പീരീഡിനുള്ളിൽ നമ്മൾക്ക് ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഞാനൊരു എഞ്ചിനീയർ ആണ്. 6000 രൂപ സാലറി മുതൽ 1.5 ലക്ഷം രൂപ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. 6000 രൂപയ്ക്കും ജീവിച്ചു, 1.5 ലക്ഷം രൂപയ്ക്കും ജീവിച്ചു. അപ്പം അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇന്ന് ഈ ഒരു ജോലി റിസൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ദിവസം 30,000 എന്നുള്ള രീതിയിൽ ഒരു മാസം 9 ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് ഒരുപാട് തവണ നേടിയെടുക്കാൻ സാധിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഏകദേശം ഒരു 10ഓളം ആളുകൾക്ക് ഈ ഒരു ദിവസം 30,000 രൂപ എന്ന ഫിഗറിലേക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് കമ്പനിയുടെ ഒരു പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് 3ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പെർഫോമൻസ് ബോണസ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 50ഓളം ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ ഇപ്പോൾ നമ്മൾ റൈഡർ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് 50,000 രൂപ വാങ്ങിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് വരുമാനം വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നതിലാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സന്തോഷത്തിലേക്ക്
നിങ്ങളെ കൂട്ടുകാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നൈബേഴ്സോ ആരെങ്കിലും ആവട്ടെ, അവരെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളൊരു ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ നിശ്ചിതമായിട്ടുള്ളത്. പ്ലാന് പറഞ്ഞു, എക്സ്പീരിയൻസ് കേട്ടു, ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ വരുമാനം വാങ്ങിച്ച ആളുകളെ നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസിന്റെ ഭാഗമാവണോ വേണ്ടോ എന്നുള്ളത്. 2 ഓപ്ഷൻ ആണുള്ളത്, 3 ഓപ്ഷൻ ഇല്ല, 2 ഉള്ളൂ. 1 യെസ് എന്ന ഓപ്ഷൻ ആണ്, 2 നോ എന്ന ഓപ്ഷൻ ആണ്. യെസ് എന്ന ഓപ്ഷൻ എടുത്ത് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ പോലും നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്നുള്ളത്. വേറെ എവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും അവിടെ നിങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്ന സമയത്ത് 1000 ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോ എന്നാണ്, അല്ലെ? നോ എന്നാണെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ നാളെയും കഷ്ടപ്പാടും പ്രാരാബ്ദവും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. അല്ലാതെ മിറാക്കിൾ സംഭവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തേടി വരത്തില്ല എന്നൊരു വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെക്ഷൻ വൈകിയാണ്. ഈ ഒരു ദിവസം ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്റെ പേരിലും ടീമിന്റെ പേരിലും നന്ദി പറയുന്നു. അതേപോലെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള STM ലീഡേഴ്സിനും അതേപോലെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും മനോഹരമായിട്ടുള്ള നമ്മൾ എല്ലാ ലീഡേഴ്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ വൈകിപ്പിക്കുന്നു. താങ്ക് യു ലീഡേഴ്സ്.